Good morning to all. One child, one teacher, one pen, and one book can change the world. ഇതൊരു പുതിയ തുടക്കമാണ്. കോവിഡ് മഹാമാരിയുടെ വെല്ലുവിളികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ അൽഫോൻസ കോളേജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഓൺലൈനായി നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഏതൊരു കാര്യവും അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. So I welcome Kumari Karthika Revnath of the ADC Borney for the prayer song. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണമായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും ഓരോ വാണുവിലും ദേവാ നിൻ ചൈതന്യം ഓരാൻ കഴിഞ്ഞും അതിൽ ലയിച്ചും ജീവിക്കുവാനായി അനുഗ്രഹിക്കണമേ ജീവാതിദായക സർവേശ്വര. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണമായുള്ള തമ്പുരാനേ. താങ്ക് യു കാർത്തിക. ഏത് കാര്യവും നന്നായി തുടങ്ങുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു പുതിയ വർഷത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിന്ന്. Well begun is half done. I invite Mrs. Julie J. Paramundale, Head of Botany Department, Alfonso College, for the welcome speech. Julie, Miss, please. Good morning to all. Respected Chief Guest, Dr. Harikumar KB, Dear Principal, Reverend Dr. Sister Regina Joseph, Respected Vice Principal, Reverend Dr. Shaji John, and Dr. Sister Minimal Matthew, dearest colleagues and my dear students. I am happy to note that Dr. Harikumar KB, Scientist E, Rajiv Gandhi Center for Biotechnology is with us to provide certain information about research trends in biotechnology. He is a postdoctoral associate in Department of Biotechnology and Molecular Biology, School of Medicine, Virginia Commonwealth University, US, and he had his PhD from Amala Cancer Research Center, Thrissur. On behalf of everyone present here, let me accord you, sir, a most hearty welcome. I take this opportunity to welcome our dear Principal, Reverend Dr. Sister Regina Joseph, Vice Principal, Reverend Dr. Shaji John, and Minimal Matthew, our Bursar, Reverend Dr. Joseph, dearest colleagues, and my dear students. Let us start the program, sir. Thank you. Thank you, Julie, Miss. Leadership is the capacity to translate vision into reality. തെളിവാർന്ന ഒരു നേതൃത്വം വിജയത്തിലേക്കുള്ള യാത്രയ്ക്ക് അനിവാര്യമാണ്. ഈ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിനായി ബോണി അസോസിയേഷൻ പ്രസിഡന്റും ADC ബോണി വിദ്യാർത്ഥിയുമായ കുമാരി ലാൻസിയ പി സജിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാനും റിസർച്ച് ട്രെൻഡ്സ് ഇൻ ബയോടെക്നോളജി എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാനും എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഹരികുമാർ സാർ, ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് HOD ജൂലി മിസ്, മറ്റ് അധ്യാപകരെ, സെക്രട്ടറി അരുണിക, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അനിയത്തിമാരെ, ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ബോട്ടണി അസോസിയേഷൻ 2021-22 പ്രവർത്തനങ്ങൾക്ക് ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. ഒപ്പം പുതിയ പ്രതീക്ഷകളോടെയും അനവധി സ്വപ്നങ്ങളോടെയും കുറച്ച് കൂട്ടുകാർ കൂടി നമ്മുടെ ബോട്ടണി കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
ബോട്ടണി എന്ന വിഷയത്തെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്ത ആളുകളും ഈ കൂട്ടത്തിലുണ്ടാകാം. എങ്കിലും ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു കുടുംബമാണ്. കോവിഡ് മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ എല്ലാവരെയും നേരിട്ട് കാണാനും പരിചയപ്പെടാനും സാധിക്കുന്നില്ലെങ്കിലും ഓൺലൈനായി ഇതെല്ലാം നമുക്ക് സാധ്യമാണ്. പരിമിതികൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒരിക്കലും പരിധിയാകുന്നില്ല. നമ്മൾ കോളേജിലേക്ക് കടന്നു വന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ്. ഓരോ ആഘോഷ ദിവസങ്ങൾ അടിച്ചു പൊളിക്കാനും കൂട്ടുകാരോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഓഫ്ലൈനായി ആഘോഷങ്ങളോ ഒത്തുചേരലുകളോ സാധ്യമല്ലാത്ത ഈ അവസരത്തിൽ ഓൺലൈനായി നമ്മുടെ ബോട്ടണി അസോസിയേഷന്റെ 2021-22 കാലഘട്ടത്തിലെ ഇനാഗുറേഷൻ നടത്തുന്നത്. എല്ലാവരെയും നേരിട്ട് കണ്ട് ഒത്തുചേരാൻ ഒരു സാഹചര്യം വരുന്നതുവരെ ഓൺലൈനായി പ്രോഗ്രാമുകൾ നടത്താം. നമുക്ക് ഒത്തുചേരാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഓൺലൈനായി സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനം, ഓണാഘോഷം, ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ തുടങ്ങി നിരവധി ആഘോഷങ്ങൾ നമുക്ക് ഓൺലൈനായി നടത്താൻ സാധിച്ചു. ഓഫ്ലൈൻ ക്ലാസുകൾ സാധിക്കാതെ വന്നതോടെ ഓൺലൈൻ മേഖലയുടെ എല്ലാ സാധ്യതകളും നമ്മൾ പ്രയോജനപ്പെടുത്തി. ഓൺലൈൻ ക്വിസുകളും കോമ്പറ്റീഷൻസും നടത്താൻ സാധിച്ചു. അതുപോലെ ഓരോ കോമ്പറ്റീഷനിലും പങ്കെടുക്കാനും വിജയം കരസ്ഥമാക്കാനും സാധിച്ചു. വരും വർഷം ഈ മഹാമാരിയെ അതിജീവിച്ച് എല്ലാം പഴയ പോലെയാകുവാനും സന്തോഷത്തോടെ എല്ലാവർക്കും ഒന്നിച്ച് ഒത്തുചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അക്കാഡമിക്സിലും ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ മികവ് പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ 6ാം റാങ്ക് ലഭിച്ചു. ഒപ്പം 8 A+ കിട്ടി. ഈ ഒരു വർഷവും നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും കൂട്ടായ്മയും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ ഒത്തൊരുമയോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഈ വർഷവും നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, Lancia. Music is a piece of art that goes in the ear straight to the heart. Let I invite Kumari Marin Jijo of Secondary C Botany for a lovely song. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടേറാ പ്രാവെല്ലാം പാറിപ്പോകേ കാടിന് പൊൻകുട ചൂടിയാലോലം താളലയങ്ങളിലാടി താഴം തഴുകും കുളിർക്കാറ്റിൻ കൈകളിൽ അറിയാതെ നീ ഏതോ താളം തേടുന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടേറാ പ്രാവെല്ലാം പാറിപ്പോകേ കാടാകെ കാവടിയാടുകയായി തന്നാനം കാനനമൈനകൾ പാടി സന്ധ്യ പോയി മറയും വനവീതി പൂവിടും സ്മൃതിരാഗമായി കാറ്റിൻ നെഞ്ചിൽ ചായുന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടേറാ പ്രാവെല്ലാം പാറിപ്പോകേ ലാ 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 ആ It was so nice, Marin. Thank you for melodious voice. This is our day. We have an eminent personality, Dr. Harikumar KB, for the most awaited Botany Association inauguration ceremony of Alfonsa College. Dr. Harikumar sir 1999 ഹിസ്ലോഫ് കോളേജ് നാഗ്പൂരിൽ നിന്നും BSc ബയോകെമിസ്ട്രിയും 2001 നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ബയോകെമിസ്ട്രിയും പൂർത്തിയാക്കി. പിന്നീട് 2008 അമല ക്യാൻസർ റിസർച്ച് സെന്റർ തൃശൂരിൽ നിന്നും
ബയോകെമിസ്ട്രിയിൽ PhD എടുക്കുകയും ചെയ്തു. International Brain Research Organization's North American Laboratory Activity Program, Travel Award from Center for International Cooperation in Science, Fast Track Fellowship from Department of Science and Technology, Senior Research Fellowship by Indian Council of Medical Research, Travel Award from Indian Association for Cancer Research തുടങ്ങിയ പുരസ്കാരങ്ങൾ സാറിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ സയന്റിസ്റ്റ് ഇൻ ക്യാൻസർ റിസർച്ച്, European Federation of Biotechnology, Society of Biological Chemists, Society for Molecular Imaging and Image Processing, Indian Association of Cancer Research തുടങ്ങിയവയിൽ അംഗവുമാണ്. ഡോക്ടർ ഹരികുമാർ സാർ ട്രിവാൻഡ്രം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സയന്റിസ്റ്റായി സേവനം ചെയ്യുന്നു. ബോർണി അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യുവാനും തുടർന്ന് റിസർച്ച് ട്രെൻഡ്സ് ഇൻ ബയോടെക്നോളജി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനുമായി ഡോക്ടർ ഹരികുമാർ സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. Thank you, Gino. Am I audible? Yes, sir. Thank you, Gino, for the kind introduction, and Dr. Julie and Lancia for the initial talks. And I also thank your teacher, Dr. Danny Matthew, for this invitation. Okay. So, good morning to all. എൻ്റെ പേര് ഹരികുമാർ. ഞാൻ തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഒരു സയന്റിസ്റ്റാണ്. അതൊരു കേരള ഗവൺമെന്റ് സ്ഥാപനമായിരുന്നു ആദ്യം. ഇപ്പോൾ അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ എന്നോട് ജോലി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ബോട്ടണി അസോസിയേഷൻ്റെ ഒരു ഇനാഗുറേഷനാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഈ അൽഫോൻസ കോളേജിന്റെ ചരിത്രത്തിൽ ഓൺലൈനായിട്ടൊരു ബോട്ടണി അസോസിയേഷൻ ഇനാഗുറേഷൻ നടക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അടുത്ത നെക്സ്റ്റ് ബാച്ച്, അതായത് പുതിയ ബാച്ച് അടുത്ത നാളെ ഈ വീക്കിൽ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഒരു ഫോറമാണ് ഫോർ വേരിയസ് ആക്ടിവിറ്റീസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. ദാറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. ലൈക്ക് ഇഫ് യു ഹാവ് എ ഫോറം ലൈക്ക് ദിസ് ടു incorporate various things, whether it is academic or non-academic, is always good. അപ്പോൾ അതാണ് ഈ ബോട്ടണി അസോസിയേഷൻ്റെ ഫംഗ്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ എന്തായാലും ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഈ അടുത്ത അധ്യയന വർഷത്തെയാണ്. എനിക്കറിയാം നമ്മുടെ ഈ ഒരു പ്രത്യേക പാൻഡമിക് സിറ്റുവേഷൻ കാരണം നമ്മുടെ എല്ലാ അക്കാഡമിക് ഇയേഴ്സും വളരെയധികം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ BSc സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾക്കൊരു MSc പ്രോഗ്രാം ഉണ്ട്. ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം അത് നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ വർഷം ഇപ്പം ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആയാലും ഇതുവരെ അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ അതനുസരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 ഇയർ, BSc ആണെങ്കിൽ ഒരു 3 ഇയർ പ്രോഗ്രാമാണ്, MSc ആണെങ്കിൽ 2 ഇയർ പ്രോഗ്രാമാണ്. നമ്മൾ ഓൾറെഡി ഒരു സാറിന് ജൂണിൽ തുടങ്ങേണ്ട പ്രോഗ്രാം അല്ലെങ്കിൽ ജൂലൈ തുടങ്ങേണ്ട പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലാണ്. അപ്പം നമുക്ക് വളരെയധികം സമയം നഷ്ടപ്പെടും. നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടും, പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അതിനേക്കാളും ടെൻഷനാണ്. കാരണം ഈ സമയത്തിനുള്ളിൽ എല്ലാ പോർഷൻസും കവർ ചെയ്യണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്രാക്ടിക്കൽസ് അത് കവർ ചെയ്യണം. കാരണം എനിക്കറിയാം ഇവിടെ ഇപ്പം ഞങ്ങൾ പല ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ MSc ബാച്ചുകൾ ആരും തന്നെ ലാബുകളൊന്നും കണ്ടിട്ട് പോലും ഇല്ല. അപ്പം അങ്ങനെയാണ് പലരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അങ്ങനെയാണ് അവർ MSc ഒക്കെ പാസ്സായി ഇറങ്ങിയത് തന്നെ. സോ അങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്. ഹോപ്പ്ഫുള്ളി നമുക്ക് വി ക്യാൻ തിങ്ക് ദാറ്റ് ഈ ഒരു അക്കാഡമിക് ഇയറിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആവും. എല്ലാവർക്കും കോളേജുകളിൽ എത്താം, പിന്നെ നിങ്ങളുടെ കൂടെയുള്ള സഹപാഠികളെ കാണാം, ക്ലാസ് ഫിസിക്കലി അറ്റൻഡ് ചെയ്യാം, ഈവൻ പ്രാക്ടിക്കൽസും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ അടുത്ത അധ്യയന വർഷത്തെ അൽഫോൻസ കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയിലെ ബോട്ടണി അസോസിയേഷനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഓക്കെ. പിന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, ജസ്റ്റ് ഐ നീഡ് ടു ബ്രീഫ് യു അബൌട്ട് ദ റിസർച്ച് ട്രെൻഡ്സ് ഇൻ ബയോടെക്നോളജി. I know it's a big topic, but I will just give you an overview. I won't take much time, just to give you an overview. And if you have any question in between, you can stop me anytime. Okay. So, എനിക്കറിയാം നിങ്ങൾ കൂടുതലും BSc ബോട്ടണി ആണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? BSc ബോട്ടണി ആണ്. എനിക്കറിയില്ല എന്താണ് നിങ്ങളുടെ സബ് എന്താണ്? സുവോളജി, കെമിസ്ട്രി ആണോ അതോ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ആണോ? എന്താണ് നിങ്ങളുടെ സബായിട്ട് വരുന്നത്? സുവോളജി ആൻഡ് കെമിസ്ട്രി. സുവോളജി ആൻഡ് കെമിസ്ട്രി. ഗുഡ്. സോ സുവോളജി ആൻഡ് കെമിസ്ട്രി ആണ് ഇപ്പം നമ്മുടെ ടിപ്പിക്കൽ യൂണിവേഴ്സിറ്റി പാറ്റേൺ
സുവോളജി ആൻഡ് കെമിസ്ട്രി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാനുള്ള ഈ ബയോടെക്നോളജി ഉദാഹരണത്തിന് പലപ്പോഴും ഈ BSc കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും എന്തിലോട്ട് പോകണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു MSc പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ കഴിഞ്ഞാലും പൊതുവേ എനിക്കറിയില്ല, കേരളത്തിൽ നിന്നുള്ളവർ വളരെ കുറവാണ്. ഇപ്പൊ ഞങ്ങളുടെ 2 വർഷത്തെ MSc പ്രോഗ്രാമിൽ 3ാമത്തെ ബാച്ച് എടുക്കാൻ പോവാണ്. പൊതുവെ കുറവാണ്, വളരെ കുറച്ച് ആൾക്കാരെ ജോയിൻ ചെയ്യുന്നുള്ളൂ. കാരണം ഇതൊരു നാഷണൽ എക്സാം ത്രൂ ആണ് ഇവർ ഈ MSc സെലക്ഷൻ നടക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല ഇനി പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണോ അതോ ഇവിടെ തന്നെയുള്ള കോളേജുകളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണോ, അങ്ങനെയൊന്നുള്ളതല്ല. ഇപ്പൊ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെ നമുക്ക് ഒരു BSc ലെവലിലെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ബോട്ടണിന്നോ അല്ലെങ്കിൽ സുവോളജിന്നോ, ജനറൽ ലൈഫ് സയൻസ് ജനറൽ, വെദർ ഇറ്റ് ഈസ് ബയോകെമിസ്ട്രിന്നോ ബയോടെക്നോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സോ വൺസ് നിങ്ങളൊരു മാസ്റ്റേഴ്സ് ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി എ കോമ്പിനേഷൻ ഓഫ് ഓൾ. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇൻകോപ്പറേറ്റ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ MSc ബോട്ടണി സിലബസും ഒരു 10 വർഷം മുമ്പത്തെ MSc ബോട്ടണി സിലബസ് നോക്കിയാൽ മിക്കവാറും കുറേയൊക്കെ ചേഞ്ചസ് അതിനകത്ത് വന്നിട്ടുണ്ടാവും, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സോ യു നീഡ് ടു മേക്ക് എ ഡിസിഷൻ, എന്താണ് നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് യു വാണ്ടഡ് ടു ഡു. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബിഗ് സിലബസ്. ഐ ഹാവ് ഫ്യൂ സ്ലൈഡ്സ്. സിൻസ് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ബേസിക്കലി ഇങ്ങനെ സംസാരിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും ഇഫ് ഐ ഹാവ് സം സ്ലൈഡ്, നിങ്ങളെ കുറച്ചുകൂടി കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ്. സോ ഐ തിങ്ക് ഐ ഹാവ് ദ permission to share. Yes, yeah. Are you able to see my slide? No, sir. One second. Oh yeah, sorry, 1 second. How about now? Yes, sir, we can see. Oh, yes, great. I just show you one slide first, like because whenever I go for this kind of orientation talks, always there is a question, what is the job perspective? So it's not a conclusive slide, but something which for the last 2 years I'm just showing you. ഇതെന്ന് പറയുന്നത് ദിസ് ഒരു ബ്രേക്കപ്പ് ആണ്. ഇറ്റ്സ് ബേസിക്കലി ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഒരു കൾച്ചറിൽ എനിക്കൊരു കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ്. സോ ദിസ് ഇസ് ദ കറന്റ് ട്രെൻഡ്സ് ഇൻ ബയോടെക്നോളജി ജോബ്സ്. സോ വിൽ ഗോ ഇൻ ടു ഡീറ്റെയിൽ ആഫ്റ്റർ 1 or 2 slides later. സോ ഇതിൽ നോക്കി കഴിഞ്ഞാൽ യു വിൽ സി സം ഓഫ് ദ ഏരിയാസ് എന്ന് പറയുന്നത് റിസർച്ച്, ടെസ്റ്റിംഗ് ആൻഡ് മെഡിക്കൽ ലബോറട്ടറീസ്, അതായത് ഇൻ ജനറൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഫീൽഡ് contributing almost 37. പിന്നെ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഈസ് അറൌണ്ട് 26%. പിന്നെ ബയോസയൻസ് റിലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ കൂടുതലും മേക്ക് സെയിൽസ് ജോബ്സ്. കാരണം ദർ ആർ ലോട്ട് ഓഫ് ഫാർമ കമ്പനീസ്, ദർ ആർ ലോട്ട് ഓഫ് കെമിക്കൽ കമ്പനീസ്. അവർക്ക് ദേ നീഡ് പീപ്പിൾ ടു സെൽ ദെയർ പ്രോഡക്റ്റ്. ദിസ് ആർ മാർക്കറ്റ് ബേസ്ഡ് തിങ്സ്. സോ ഇഫ് യു ഹാവ് ഒരു ബയോളജി അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ യു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ കെമിക്കൽ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു എൻസൈം എന്താണ്, ഈ ഒരു ആന്റിബോഡി എന്താണ്. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് യു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ആൻഡ് ദെൻ ഈസിലി യു ക്യാൻ മാർക്കറ്റ് ദാറ്റ്. പിന്നെ മെഡിക്കൽ സപ്ലൈസ് ആൻഡ് മാനുഫാക്ചറിങ് ഒരു 21%. സോ ഇൻ ജനറൽ ഐ വുഡ് സേ ഒരു 50% ജോബ്സ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഫീൽഡിലാണ് കൂടുതലും വരുന്നത്. റിമൈനിങ് പാർട്ടാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഞാനിപ്പോ കാണിക്കാൻ നെക്സ്റ്റ് വാട്ട് ഐ ആം ഗോയിങ് ടു ടോക്ക് ഈസ് എന്താണ് ഒരു MSc കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. MSc കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ നോട്ട് ജസ്റ്റ് ബയോടെക്നോളജി ഇൻ ജനറൽ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കുറെ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ടു എ ടീച്ചിങ് ഫീൽഡ്. ലൈക്ക് there are a lot of ways you can enter into a teaching field. Then a good bunch of people, a good percentage of people actually go to PhD.
Then some other people വേറെ എന്താ ചെയ്യുന്നത്, they go for ഒരു M.Tech അല്ലെങ്കിൽ they go outside India, എന്നിട്ട് വേണം ഒരു MS പ്രോഗ്രാമോ അങ്ങനെയുള്ള ഒരു ജോയിൻ ചെയ്യാം. കാരണം പല രാജ്യങ്ങളിലും നമ്മുടെ ഒരു 3+2 സിസ്റ്റം ആയതുകൊണ്ട് generally they prefer a 4+2 സിസ്റ്റം. അവിടെ പോയിട്ട് you can do an MS usually 2 years അല്ല, യൂഷ്വലി ഒരു 2 സെമസ്റ്റർ അല്ലെങ്കിൽ ഒരു 1.5 years പോലെയുള്ള നല്ല MS പ്രോഗ്രാം ഉണ്ട്, MS by റിസർച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യും. then they can get a job there. then ഒരു മൈനോറിറ്റി ഇന്ത്യയിൽ വളരെ കുറവാണ് go to industry എന്ന് ഞാൻ പറഞ്ഞത്, ഇൻഡസ്ട്രി 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന് സെയിൽസ്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു വാട്ട് ഈസ് സെയിൽസ്, ദെൻ റിസർച്ച്. കാരണം മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഇന്ത്യ ഈ പറയുന്ന ഫാർമ കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡ്രിവൺ വാട്ട് ഈസ് കോൾഡ് റിസർച്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഫാർമ കമ്പനീസ് ആരും തന്നെ അത്രയും മണി റിസർച്ചിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം. R&D, അതായത് നമ്മൾ പറയുന്ന റിസർച്ച് R&D സെക്ടറിൽ അത്രയും അവർ കമ്പയർ ടു അതർ നേഷൻസ്, ഈ പറയുന്ന നമ്മുടെ ഇവിടെ തന്നെയുള്ള പല കമ്പനീസും ദേ ഇൻവെസ്റ്റ് മോർ മണി ഫോർ R&D ഇൻ ഔട്ട്സൈഡ്, മീൻസ് ലൈക്ക് ഔട്ട്സൈഡ് അവർ ഇന്ത്യ, ബട്ട് വെരി ലെസ് ഇൻ ഇന്ത്യ. കാരണം അത് അങ്ങനെ ഒരു കൾച്ചർ ഇതുവരെ ഡെവലപ്പ് ആവുന്നില്ല, ബട്ട് ഇറ്റ്സ് കമ്മിങ് അപ്പ് സ്ലോലി. അങ്ങനെ ആയി കഴിയുമ്പോൾ എന്താണ്, ആഫ്റ്റർ MSc you can directly get into a research job or a job in industry. Okay, പിന്നെ there is sales. Then there is other group of people, they after MSc they go to management like MBA അങ്ങനെയൊക്കെ എടുത്തിട്ട് there are many people who actually move to this direction, അതായത് an MSc and then MBA from a reputed institution, and അതിനുശേഷം എന്താണ് they can enter into both management and sales in several companies. സോ ഇപ്പൊ നമ്മൾ നോക്കിയ പല കമ്പനികളിലാണ്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ if you are entering into a biology related industry അല്ലെങ്കിൽ ഒരു ബയോളജി റിലേറ്റഡ് ഒരു റിസർച്ച് ഒരു R&D സെക്ടറിൽ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ഫാർമ കമ്പനീസ് അങ്ങനെ ഇറങ്ങുമ്പോൾ യു ഓൾറെഡി ഹാവ് എ ഗുഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബയോളജി അല്ലേ. പ്ലസ് സോ യു അണ്ടർസ്റ്റുഡ് വാട്ട് എക്സാക്ട്ലി അവിടെ എന്താണ് സംഭവിക്കുന്നത്. rather than a person coming from arts or commerce, ഒരു ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈസി ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് വാട്ട് ഈസ് ഹാപ്പനിങ് there. Then if you have a management thing, then it is much better idea. Then the other thing is the bio-entrepreneurship. So bio-entrepreneurship, I don't know how many of you are familiar. I think hopefully you might have learned bio-entrepreneurship. It's nothing but you are starting your own small companies and other things. ഇപ്പം നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ന്യൂസ് പേപ്പറുകളൊക്കെ പലരും സക്സസ് സ്റ്റോറീസ് കാണിക്കാം. അതെന്ന് പറയുന്നത് സോ യു നീഡ് ടു ഇറ്റ്സ് സംതിങ് കോൾഡ് വി കോൾ ഇറ്റ് ആസ് എന്താ പറയുക, നമ്മൾ ഒരു വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്യുബേഷൻസ് അല്ലെങ്കിൽ ഇൻക്യുബേഷൻ സെന്റേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഞങ്ങളുടെ എൻ്റെ സെന്റർ RGCBക്ക് ഒരു സെന്റർ ഉണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചിയിലെ ഒരു കിൻഫ്രയുടെ ക്യാമ്പസ് ഉണ്ട്, അവിടെയാണ് ഞങ്ങളുടെ ബയോനെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കേരള സ്റ്റേറ്റും എല്ലാം തന്നെ ഈ പിന്നെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് അവർ നല്ലപോലെ യു ക്യാൻ ഗെറ്റ് മണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ക്യാപിറ്റൽ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന് ഉദാഹരണത്തിന് എൻ്റെ പേരന്റ് ഡിപ്പാർട്ട്മെന്റ് DBTക്ക് തന്നെ പല സ്കീമുകളുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ന്യൂസ് പേപ്പറിൽ വന്നുകൊണ്ടിരിക്കും. ഒരു ബൈറാക്ക് എന്ന് പറഞ്ഞ രാമുണ്ട്. അപ്പൊ അവര് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് ആൻഡ് യു ആർ തിങ്കിങ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി മേക്ക് ഇൻ ടു എ സ്മോൾ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇതിനൊരു അറ്റ്ലീസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ യു ക്യാൻ മേക്ക് എ പ്രോട്ടോടൈപ്പ്. അതായത് ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വൽ പ്രോഡക്റ്റിന് തൊട്ട് മുമ്പുള്ള ഫോം അങ്ങനെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വേർ ഐ വിൽ ഗെറ്റ് മണി, എൻ്റെ കൈ ഐ ഡോണ്ട് ഹാവ് മണി ഇൻ മൈ പോക്കറ്റ് ടു സ്പെൻഡ് ഇറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻസ് ഇപ്പൊ കണ്ടമാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നമ്മുടെ സ്റ്റേറ്റും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ആൻഡ് ദെൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് സം ഇൻക്യുബേറ്റർ സ്പേസ്. ഇപ്പൊ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഇൻക്യുബേറ്റർ സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ കിൻഫ്ര കൊച്ചി കളമശ്ശേരിയിൽ ഒരു ഇൻക്യുബേറ്റർ സ്പേസ് ഉണ്ട്. അവിടെ ഓൾമോസ്റ്റ് ഒരു 30-35 കമ്പനീസ് ഇൻക്യുബേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്കൊരു 3 year ആണ് അവർക്ക് ടൈമുള്ള. 3 yearൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാം. കുറെ പേര് സക്സസ് ആയിട്ട് അവർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കുറെ പേര് ഇല്ല, അവര് ദേ ഫെയിൽ. പക്ഷേ ചില ഗ്രാൻഡുകൾ ഈവൻ ഇഫ് യു ഫെയിൽ ദർ ഇസ് നോ ഇഷ്യൂ, ബട്ട് ഇറ്റ്സ് ആൻ അറ്റംപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഐഡിയ ഉണ്ടാവും ഐ വാണ്ട് ടു മേക്ക് ദിസ്, അല്ല അത് ഏത് രീതിയിലാകാം. അപ്പൊ കൂടുതലും ഇഫ് ഐ ലുക്ക് അറ്റ് കെയർഫുള്ളി ദിസ് പീപ്പിൾ ഹു ആർ ദെയർ ഇൻ അവർ ബയോ ഇൻക്യുബേഷൻ സെന്റർ, അവരാരും തന്നെ PhD അങ്ങനെയുള്ളവരല്ല. ഐദർ ദേ ആർ ഹാവിങ് എ എഞ്ചിനീയറിംഗ് ഡിഗ്രി, ബേബി BTech ഓർ M.Tech, അല്ലെങ്കിൽ അവർക്ക് MSc അങ്ങനെയുള്ളവരാണ് കൂടുതലും വരുന്നത്. കാരണം അവർക്ക് ദേ വാണ്ട് ടു ബിക്കം ആൻ എന്റർപ്രൈനർ. അപ്പോൾ പണ്ട് ഒരു 10 years മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും നമ്മളെ ഒരു എഫർട്ട് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ നൗ നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, എവറി അതർ കൺട്രി ഈസ്
supporting so much onto this kind of idea. അതായത് സ്വന്തമായിട്ട് we can start a small bioentrepreneurship and see whether you can get into a good product. If you are developing some good product, definitely you can patent them. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേറൊരു കമ്പനി വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് അത് the entire portfolio you can sell and you can get profit out of it. പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾ അതർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ള രീതിയിലാണ് ഞാനത് ഇട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആസ്പെക്ട് ഇപ്പോൾ നമുക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ സോ ഐ ഓൾവേസ് എൻകറേജ് പീപ്പിൾ ലൈക്ക് ഇഫ് യു ഹാവ് സം ഐഡിയ ഓർ സംതിങ്, സോ ട്രൈ ടു എക്സ്പ്ലോർ ദിസ് ബയോ എന്റർപ്രൈനർഷിപ്പ്. ദാറ്റ് ക്യാൻ ബി ഇൻ വൺ ആസ് എ സിംഗിൾ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങാം. അങ്ങനെയുള്ള പല കേസുകൾ ഇപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളിപ്പം നമുക്ക് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ ചില എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും അതുപോലെ ചില നമ്മുടെ ഈ MSc റൺ ചെയ്യുന്ന പല ലൈഫ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒക്കെ പലപ്പോഴും അവരുടെ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ബാംഗ്ലൂരിലുള്ള ഒരു കോളേജിൽ ഒരു MSc ബയോകെമിസ്ട്രി ഗ്രൂപ്പാണ്. അവരാണ് ഒരു ഡയഗ്നോസ്റ്റിക് കിറ്റാണ് അവർ കണ്ടുപിടിച്ചത്. അതൊരു 3-4 പേര് ചേർന്ന് അവരുടെ ഒരു MSc പ്രോജക്റ്റ് ആയിരുന്നു. അവർ ആ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഫീൽ ദാറ്റ് ഓക്കെ ഇറ്റ് ക്യാൻ ബി ഡെവലപ്പ് ഇൻ ടു എ സ്മോൾ കിറ്റ് ഫോർ എന്നുള്ള രീതിയിൽ. So they are venturing into entrepreneurship. So that is something you can all think about it. So there are a lot of opportunities after MSc. So this is the time. അതായത് നിങ്ങൾ ഈ BSc ഒരു ഫൈനൽ ഇയർ BSc ചേരുമ്പോൾ തന്നെ you have to think about it. ഈ BSc കഴിഞ്ഞിട്ട് what should I do next? നിങ്ങൾക്ക് തന്നെ you have to do a self assessment. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. So think about in that line whether I wanted to run into a PhD, and there are like even in PhD there are integrated PhD programs available. അതായത് MS PhD, അതായത് 2 year you will get a master's degree, and then after 3 year you will get your, or maybe 4 year you will get PhD. ഇപ്പൊ ഐസർസിലുണ്ട്, ചില IIT-കളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അങ്ങനെ പല സ്ഥാപനങ്ങളിലും അങ്ങനെയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻ MS അപ്പൊ അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് PhD-ക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ദാറ്റ്സ് എ കോൾഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇപ്പം ഇവൻ ചിലടത്ത് BSMS പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഐസറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ 5 year BSMS ആണ്. നിങ്ങൾ ഓൾറെഡി BSc ജോയിൻ ചെയ്തു, ബട്ട് ആഫ്റ്റർവേർഡ്സ് you can do that. Okay, that is another thing. So for MSc ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പല അതർ ദാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റം അല്ലാതെ തന്നെ വി ഹാവ് ഓൾ ഇന്ത്യ എൻട്രൻസസ് ആർ അവൈലബിൾ. അതായത് നിങ്ങൾ ഇപ്പൊ BSc കഴിഞ്ഞിട്ട് MSc-ക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഇപ്പൊ എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി നിങ്ങൾ മാർക്ക് ബേസ്ഡിൽ പോകുമ്പോഴും അതൊരു ഓപ്ഷനാണ്. അല്ലാതെ തന്നെ there are several entrance examination. ഇപ്പൊ ഏറ്റവും വലിയ എക്സാം എന്ന് പറയുന്നത് GATB ആണ്. ഇപ്പൊ നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. നിങ്ങളുടെ RGCBയും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MSc പ്രോഗ്രാം ബയോടെക്നോളജി ഒക്കെ തന്നെ JNU, യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, അങ്ങനെ കുറെ സ്ഥാപനങ്ങൾ ഈ GATB ത്രൂ ആണ് എടുക്കുന്നത്. അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. എവറി ഇയർ അത് കണ്ടക്ട് ചെയ്യും. അതിന്റെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ദർ ആർ ഓൾമോസ്റ്റ് 60 ഡിഫറെന്റ് പ്ലേസസ് യു ക്യാൻ അപ്ലൈ ഫോർ MSc. മാത്രമല്ല യു വിൽ ഗെറ്റ് എ സ്റ്റൈപ്പൻഡ് ഓൾസോ. അതായത് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 6,000-ഉം സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് 8,000 rupees നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡും കിട്ടും. സോ ദാറ്റ്സ് ഹൗ ദ GATB സിസ്റ്റം. So that you should really try for your MSc. Certain places, most of them it is biotechnology, but there are certain places they offer MTech, and certain places I think they offer biological sciences. You can just go to the GATB website. അതായത് GATB-യുടെ വെബ്സൈറ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ നീറ്റും അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ അവരെല്ലാം നടത്തുന്നത്. ആ NDA-ൽ പോയിട്ട് GATB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതിനകത്ത് കാണാൻ നിങ്ങൾക്ക് എത്രമാത്രം സ്ഥാപനങ്ങളുണ്ടെന്നുള്ളത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അതായത് ഒരു എക്സാം യു ആർ ഗിവിംഗ് ഓൺലി വൺ എക്സാം, ബട്ട് യു ആർ ഓപ്പണിംഗ് വിൻഡോ ടു ഓൾമോസ്റ്റ് 60 ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഔട്ട് ദ ഇന്ത്യ. അപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളത് IIT JAM ആണ്. അത് കുറച്ച് IIT-കളിലോട്ടും പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലോട്ടും ഒക്കെ ഉള്ള MSc പ്രോഗ്രാം. പിന്നെ ഈ പറയുന്ന JGE BLS അതർ വേറൊരു എക്സാം ആണ്. അതും ഐസർ അതുപോലെ തന്നെ വേറെ കുറച്ച് നമ്മുടെ NCBS ബാംഗ്ലൂർ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിലോട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻ ടു സം ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ത്രൂ ഔട്ട് ദ ഇന്ത്യ. മനസ്സിലായില്ല? സോ ഇഫ് യു ഗോ ദെയർ ഫോർ യുവർ MSc, നിങ്ങൾക്ക് ആ കിട്ടുന്ന ട്രെയിനിങ്ങും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും തിയററ്റിക്കൽ ട്രെയിനിങ്ങും എല്ലാം തന്നെ കുറച്ചുകൂടി ഒരു ചേഞ്ച് ഉണ്ടാവും, ഡിഫറെന്റ്. മാത്രമല്ല യു വിൽ ഗെറ്റ് ഫെലോഷിപ്പ് ഓൾസോ. കാരണം GATB, I don't know how much is the fellowship for IIT or JGE BLS.
But for our GAT B is 6,000 first year and 8,000 second year നിങ്ങൾക്ക് fellowship കിട്ടുകയും ചെയ്യും. So many people are coming. That this Thursday I was saying that we don't see too many people from Kerala. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 30 students ഉണ്ടായിരുന്നു. I think 4 or 5 only from Kerala. Mostly people are coming from North India. So I don't know whether people are aware about here. I don't know. So you just can keep an eye. Usually അത് നിങ്ങൾക്ക് നിങ്ങളുടെ BSc ഫൈനൽ ഇയറിൽ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അറൗണ്ട് ഈ ഒരു ടൈമിലാണ് അത് എനിക്ക് സാധാരണഗതിയിൽ അത് ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ ആണ് എക്സാം നടക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നടന്നത്. സോ കീപ് ആൻ ഐ ഓൺ GAT B. That is a wonderful opportunity to get into a really good master's program. I will just give you an overview in a couple of slides. So this is something, the current trends. So you can't call biotechnology as a single subject. It's now kind of an amalgamate. It includes so many things actually. So as the name suggests, it's not just biology, it's a technology. Plus, so that means you have biology plus technology. സോ ഇതാണ് നമ്മളൊരു കഴിഞ്ഞ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2020 അല്ലെങ്കിൽ 21 നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോടെക്നോളജി റിലേറ്റഡ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറെ അധികം സ്റ്റാർട്ടപ്പ് കമ്പനികൾസ്, അതുപോലെ തന്നെ എമർജിങ് ഐഡിയാസ്, അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ പീപ്പിൾ ആർ മോർ തിങ്കിങ് അബൌട്ട്, അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത്, അതായത് ഈ എക്സ്പീരിയൻസും മറ്റും കാര്യങ്ങളും ചെയ്യാനുള്ള ഫണ്ടിങ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ആസ്പെക്റ്റിലാണ് വരുന്നത് നോക്കി കഴിഞ്ഞാൽ these are some of the current trends. So there are a big thing in the precision medicine. As I said, medicine is always a leading thing. Then gene sequencing, നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ന്യൂസ് പേപ്പറുകളിൽ വായിച്ചിട്ടുണ്ടാവും gene sequencing. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ whole genome sequencing, നമ്മുടെ human whole genome sequencing was just completed like 2 to 3 months back, even though it was a long process. It was finally officially completed. So now we know how many genes are available in our body and how many proteins are available. We have a complete map of our human genome. Then gene editing, big data, artificial intelligence, biomanufacturing, synthetic biology, bioprinting, microfluidics, tissue engineering. These are some of the areas which is now emerging. You understand the term emerging, right? So these are some of the things which will continue for probably another a decade or so, based on various this is basically considering various aspects I mentioned, like just I mentioned. So these are the couple of trends. So I will just give you a couple of overviews so that what is currently happening. So I just put up a couple of slides just to give you an overview how different, rather than from the conventional biological aspect, ഈ പറയുന്ന ബയോടെക്നോളജി റിലേറ്റഡ് റിസർച്ച് ഏതൊക്കെ ആസ്പെക്റ്റിലാണ് പോകുന്നത്. So medicine and diagnostics I am not going to talk, because you already know, because for the last almost 1.5 years നമ്മൾ അത് തന്നെയാണ് every day we are listening to that, അല്ലേ? നമ്മുടെ വാക്സിൻ പ്രൊഡക്ഷൻ ആയാലും, നമുക്ക് വെദർ ന്യൂ ഡ്രഗ്സ് ഡിസ്കവറി ആയാലും, anything all related to the medicine and diagnostics. So there is lot of applications related to medicine and diagnostics, both in the research level as well as in the clinical level. Clinical level എന്ന് വെച്ച് കഴിഞ്ഞാൽ, so you need to understand one thing. So in order to develop ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്യാനോ, ഫസ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ബേസിക്. സോ ആ ഫണ്ടമെന്റൽ റിസർച്ച് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. കാരണം വൺസ് യു നോ എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ, സിൻസ് ഐ വർക്ക്സ് ഓൺ ക്യാൻസർ, എനിക്ക് ഈസിയാണ് give an example on cancer biology. So I know ഒരു പ്രോട്ടീൻ ഒരു പർട്ടിക്കുലർ ക്യാൻസറിലെ ഹൈലി എക്സ്പ്രസ്ഡ് ആണ്, എന്നാൽ മറ്റ് ക്യാൻസറിൽ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോട്ടീനെ ഒരു മാർക്കറായിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? യു അണ്ടർസ്റ്റാൻഡ് ദ ടൈം മാർക്കർ. അതായത് ആ ഒരു പ്രോട്ടീന്റെ ലെവൽ കൂടുതലാണ്. അപ്പൊ ആ പ്രോട്ടീനിന്റെ ലെവൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആ വരുന്ന പിന്നെ പേഷ്യന്റ് സാമ്പിളിൽ ഞാൻ ആ ഒരു പ്രോട്ടീന്റെ ലെവൽ നോക്കുകയാണ്. അത് ബ്ലഡിൽ നോക്കാം. ബ്ലഡിൽ നോക്കുമ്പോൾ അത് അതിന്റെ ലെവൽ കൂടുതലാണ്. പിന്നെ ക്യാൻസറിന്റെ സ്റ്റേജ് അനുസരിച്ച് അതിന്റെ ലെവൽ കൂടുന്നു. ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന, ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ അത് എന്താ പറയുന്നത്, ഈ പർട്ടിക്കുലർ പ്രോട്ടീന്റെ ലെവൽ കുറഞ്ഞു വരുന്നു. അപ്പൊ എന്താണ് അതിൽ നിന്നൊരു നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാവുന്നത്? അതിന്റെ അർത്ഥം ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് എഫക്റ്റ് ഉണ്ടാവും. എന്നാൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോട്ടീന്റെ ലെവൽ ദർ ഇസ് നോ ചേഞ്ച്. അപ്പൊ നമുക്ക് എന്ത് തോന്നാം, മേ ബി ദ ട്രീറ്റ്മെന്റ് ഈസ് നോട്ട് എഫക്റ്റീവ്. സോ അങ്ങനെ ഒരു പ്രോട്ടീൻ ഞാനിപ്പോൾ ഐഡന്റിഫൈ ചെയ്തു. സോ അതിന്റെ ബേസിൽ എനിക്കൊരു ഡയഗ്നോസ്റ്റിക് കിറ്റ് ഉണ്ടാക്കാം. ആ കിറ്റ് നമുക്ക് ഹോസ്പിറ്റലുകളിലോ ലാബുകളിലോ ഉപയോഗിക്കാം. ബട്ട് വൺ തിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ, എങ്ങനെയാണ് ഞാനത് കണ്ടുപിടിച്ചത് ദർ ഇസ് ദിസ് പ്രോട്ടീൻ എക്സിസ്റ്റ്? Because of the fundamental research. That is something we need to understand.
So people always think about making product അല്ലെങ്കിൽ making application and other things. That's the second aspect. First, ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിനെ ഇപ്പൊ ഐ ഹാവ് ദിസ് നോളജ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ പ്രോട്ടീൻ ഈസ് ക്യാൻ ബി എ മാർക്കർ ഫോർ ക്യാൻസർ. അങ്ങനെ ആകുമ്പോൾ എന്താണ് എൻ്റെ അഡ്വാൻറ്റേജ്? ഐ ക്യാൻ ട്രാൻസ്ഫർ ദിസ് ടു സംബഡി എൽസ്. വേറൊരു കമ്പനിക്ക് ദേ ക്യാൻ മേക്ക് ഒരു കിറ്റോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോമോ നിർമ്മിക്കാം ആൻഡ് ദെൻ ദേ ക്യാൻ മാർക്കറ്റ് ഇറ്റ്. ബട്ട് ഒറിജിനലി ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ഇസ് കെയിം ഫ്രം മൈ റിസർച്ച്. അപ്പം അതുകൊണ്ട് ഫണ്ടമെന്റൽ റിസർച്ച് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മറ്റ് കേസ് വരുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് കോൾഡ് ദ ടെക്നോളജിക്കൽ ആസ്പെക്ട്. അണ്ടർസ്റ്റാൻഡ്? സോ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യത്തിന് നമ്മൾ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസസ് വെച്ചിട്ട് അല്ലെങ്കിൽ ടെക്നോളജി ഡ്രിവൺ ഐഡിയ വെച്ചിട്ട് വി ആർ കൺവേർട്ടിംഗ് ഇൻ ടു എ പ്രോഡക്റ്റ്. അതാണ് ഈ മെഡിസിൻ ആൻഡ് ഡയഗ്നോസിസ് ഏരിയയിൽ കൂടുതലും വരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടു വാക്സിൻ, ഇപ്പൊ എത്രയോ വാക്സിൻസ് കാൻഡിഡേറ്റ് കൊറോണയ്ക്ക് വന്നു അല്ലെ, COVID-19 എത്രയോ വാക്സിൻ കാൻഡിഡേറ്റ് വന്നു. ബട്ട് ഹൗ മെനി ഓഫ് ദം റീച്ച് ആക്ച്വലി ഇൻ ടു ദ ട്രയൽ അല്ലെ? ആകെപ്പാടെ ഹാർഡ്ലി ദർ ആർ ഓൺലി 5 vaccines so far അല്ലെ, 5 അല്ലെങ്കിൽ 6 vaccines the max അല്ലെ. പക്ഷേ if you look at there are a lot of over 100 different vaccines or vaccine candidates are available. So that is something you need to understand when it comes to biotechnology. So you have to give importance to fundamental research. Based on the fundamental research, you increase the what is known as the technological intervention. So that's why I'm not going into the much details of the medicine and diagnostics. So coming into the agriculture field, as I mentioned, agriculture is very, very important. India, we are a agriculture driven country. Appo evidekeyana agriculture use varunathu? So there are, I'm not going into examples, but I'm just giving you the titles. നമുക്ക് ക്രോപ്പ് പ്രൊഡക്ഷൻസ് ഉപയോഗിക്കാം, അതായത് ഇൻക്രീസിങ് ദ ക്രോപ്പ് പ്രൊഡക്ഷൻ, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ക്രോപ്പിന്റെ ഈൽഡ് കൂട്ടാൻ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ബെറ്റർ ക്രോപ്പ് പ്രൊട്ടക്ഷൻ, നമുക്കറിയാം ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് അഫക്ട് ദ ക്രോപ്പ് ഈൽഡ്, അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. Then increase the nutrition value. That's another important thing that you already understood most likely. അതായത് ഓരോ ഫുഡിന്റെ ഒരു ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടായിരുന്നു. നമുക്ക് ആ ന്യൂട്രീഷൻ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹാവ് എ ബെറ്റർ എഫക്റ്റ്. പിന്നെ ഫ്രഷർ പ്രൊഡ്യൂസ് ആൻഡ് ബെറ്റർ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല സാധനങ്ങളുടെയും ആ ഒരു ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കാം, നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ടൊമാറ്റോ, നമ്മുടെ തക്കാളി, അങ്ങനെയുള്ള പല സാധനങ്ങളുടെ ഷെൽഫ് ലൈഫ് കുറവാണ്. ബട്ട് നൗ ദർ ആർ ബയോടെക്നോളജിക്കൽ ഇന്റർവെൻഷൻ, അത് വെച്ചിട്ട് നമുക്ക് ആ ഹാഫ് ലൈഫ് കൂട്ടാം. അപ്പൊ അതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാർമേഴ്സിന് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അത് പിന്നെ എന്താ പറയുന്നത്, സെല്ല് ചെയ്യുന്ന പിന്നെ ആൾക്കാർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകും. കാരണം ഇറ്റ് ഹാസ് എ ബെറ്റർ ഷെൽഫ് ലൈഫ്. പിന്നെ കെമിക്കൽ ടോളറൻസ്, ഡിസീസ് റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഏത് ഫീൽഡും, അതായത് എനിത്തിങ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആസ്പെക്ട്, ദർ ഇസ് എ റോൾ ഓഫ് ബയോടെക്നോളജി. I just listed out 6 points because these are the major things which is, or major headings under which this kind of a research is happening. Then coming to food industry. Food industry is another important thing. We have a lot of foods we are making it, and now we have this era of packing food and other things, and a lot of things are happening. And not only that, ഈ ഫുഡ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ, ബിക്കോസ് എ വെരി ബിഗ് ഇൻഡസ്ട്രി, അതിനകത്ത് പല രീതിയിലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ മയോണൈസ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിന് ഒഴിവാക്കാൻ. കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ മയോണൈസ് പെട്ടെന്ന് ഡാമേജ് അത് യൂസ്ഫുൾ ആകും. സോ നൗ യൂസിങ് ബയോടെക്നോളജി ഇന്റർവെൻഷൻസ്, ഈ കാറ്റലൈസ്, അതായത് കുറച്ചുകൂടി എൻസൈമാറ്റിക് ആക്ടിവിറ്റി കൂടുതലുള്ള കാറ്റലൈസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈമോസിൻ എന്ന് പറയുന്ന ചീസ് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? മിൽക്ക് കോയാഗുലേറ്റ് ചെയ്യാൻ. പക്ഷേ എക്സിസ്റ്റിംഗ് കൈമോസിനേക്കാളും കുറച്ചുകൂടി എൻസൈമാറ്റിക് ആക്ടിവിറ്റി കൂടുതലുള്ള പിന്നെ കൈമോസിൻ ഈ ബയോടെക്നോളജിക്കൽ ഇന്റർവെൻഷൻ ത്രൂ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്ലൂക്കോസ് ഓക്സിഡേസ്, അതൊരു ബേക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ അതായത് ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ പല പല കാര്യങ്ങളും. ഈവൻ പ്രോട്ടിയേസസ്, അതായത് മീറ്റ് ടെൻഡറിങ് പ്രോസസ്സ്, ബേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻസൈംസിന്റെ പലതിന്റെയും എൻസൈമാറ്റിക് ആക്ടിവിറ്റി ടു ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതായത് നമുക്ക് കുറച്ചുകൂടി എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉള്ള എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ആസ് യു ഓൾറെഡി നോ, ഫെർമെന്റേഷൻ ആൻഡ് ബ്രൂവിംഗ് ഇൻഡസ്ട്രി. You already know this, how important is the fermentation and brewing industry in all various aspects. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഇത് ബയോടെക്നോളജിക്കൽ ഇന്റർവെൻഷൻ മൂലം നമുക്ക് എന്താ പറയുന്ന അഡ്വാൻറ്റേജസ് വന്നിട്ടുണ്ട്.
So it's a very big industry, as I mentioned. It's a very, very big industry because it includes food production, food processing, then marketing. Most importantly, ഇതിപ്പോ ഒരു ന്യൂവസ്റ്റ് ട്രെൻഡാണ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഫ്രം ഫുഡ് വേസ്റ്റ്. ഇപ്പൊ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ CSA ആൻഡ് NIST അങ്ങനെ പല സ്ഥാപനങ്ങളും വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഫ്രം ഫുഡ് വേസ്റ്റ്, അതായത് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വൺ ഓഫ് ദ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ പാല ആ സൈഡൊക്കെ ഉള്ളു, നിങ്ങളുടെ അവിടെ ഉള്ള ഒരു പ്രധാന കൾട്ടിവേറ്റിംഗ് ക്രോപ്പ് എന്താണ്? നമ്മുടെ പൈനാപ്പിൾ, കൈതച്ചക്ക. ആ പൈനാപ്പിളിന്റെ ആ ഒരു തൊലി അതായത് നമ്മളത് ഡിസ്കാർഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് പല യൂസ്ഫുൾ സാധനങ്ങൾ ഉണ്ടാക്കാം. അതായത് സ്ട്രോ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുതരം പേപ്പർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ അത് എന്താണ് ഒന്നുമില്ല, നമ്മൾ ആ ഡിസ്കാർഡ് ചെയ്യുന്ന മാറ്റർ കളക്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക രീതി പ്രോസസ് ചെയ്തിട്ട് ദേ ആർ മേക്കിംഗ് so many useful products. അപ്പൊ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? ദേ ആർ നാച്ചുറൽ പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ പേപ്പർ പെൻസ് അല്ലെ, പേപ്പർ ഉള്ള പെന്നുകൾ ഇറങ്ങിയിട്ടുണ്ട്. സോ എന്താണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ത്രോ ദ തിങ്. അതൊരു പേപ്പറാണ്, അത് ഇമ്മീഡിയറ്റ്ലി അത് മണ്ണിനോട്ട് ലയിച്ച് തരും. എന്നാൽ മറിച്ച് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. സോ അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ വി ആർ മേക്കിംഗ് ഔട്ട് ഓഫ് ഫുഡ് വേസ്റ്റ്. ഫോർ എക്സാമ്പിൾ ബയോഫ്യൂവൽസ്, പിന്നെ കോസ്മെറ്റിക്സ്, അങ്ങനെ സെവറൽ ആസ്പെക്ട്സ് നമ്മളിപ്പം വെക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വെൻ യു ആർ ത്രോയിങ് സംതിങ് വി നീഡ് ടു തിങ്ക് ദാറ്റ് അതിനകത്ത് എന്തെങ്കിലും ഒരു ആസ്പെക്ട് ഉണ്ടാവും. സോ നൗ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. കാരണം എവരിബഡി ഈസ് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് വാല്യൂ ആഡഡ് എൻവയോൺമെന്റ്. നിങ്ങളുടെ ഇനാഗുറേഷനിലെ എനിക്ക് തോന്നുന്നത് ഇൻട്രൊഡക്ഷനിൽ എനിക്ക് ലാൻസി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ വർഷം മറ്റേ വേൾഡ് എൻവയോൺമെന്റ് ഡേ ഒക്കെ ഓൺലൈനായിട്ടൊക്കെ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള വേൾഡ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേഷനിലൊക്കെ വരുമ്പോൾ ഇതേ രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. ദേ മേ നോട്ട് ബി പറയുന്ന റിസർച്ചേഴ്സോ സയന്റിസ്റ്റോ അങ്ങനെയൊന്നുമല്ല, കുറെ അധികം ഈ എന്റർപ്രൈനേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു മോട്ടിവേഷൻ ടോക്സ് കൊടുക്കണം. കാരണം ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഇസ് കമ്മിങ് ഔട്ട് ഓഫ് ഫുഡ് വേസ്റ്റ്. അതിനാണ് നമ്മൾ പറയുന്നത് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഫ്രം ഫുഡ് വേസ്റ്റ്. അതൊരു വളരെ എന്താ പറയുന്നത് വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ഒരു ഇൻഡസ്ട്രിയൽ ആസ്പെക്ട് ആണ്. കാരണം ഇവിടെ റോ മെറ്റീരിയൽ നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാം. കാരണം സോ മെനി തിങ്സ് ആർ ഇപ്പൊ നമ്മൾ വേറൊരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ വി നീഡ് ടു ലിറ്ററലി പേ ഫോർ ദ റോ മെറ്റീരിയൽസ്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്യുന്ന റോ മെറ്റീരിയലിൽ നിന്നാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ then food safety, that I will come at the end. I have one slide. Then livestock industry. So livestock industry നമുക്കറിയാം is very very important because we are so much dependent upon milk and meat and so many other aspects. So ഇവിടെ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ബയോടെക്നോളജി ഇന്റർവെൻഷൻസ് ലൈഫ് ഇൻഡസ്ട്രി നടക്കുന്നുണ്ട്. ഇംപ്രൂവ്ഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ, റീപ്രൊഡക്ഷൻ, ന്യൂട്രീഷൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ആനിമൽ ഡെറിവേറ്റഡ് ഫുഡ്. കാരണം നമ്മൾ ഇന്ത്യ ഇസ് we take lot of meats of different origin. So അതിന്റെ എല്ലാം തന്നെ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം we don't want a contaminated food അല്ലെ. നമുക്ക് ഫുഡ് പോയ്സണിങ് ഒന്നും ആവശ്യമില്ല. സോ നമുക്ക് കിട്ടുന്ന ഫുഡ് ഷുഡ് ബി ഗുഡ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ജീനോം സീക്വൻസിങ് ഞാൻ പറഞ്ഞു. നമ്മുടെ ഹ്യൂമൻ ജീനോം പോലെ തന്നെ മിക്കവാറും എല്ലാ ഓർഗാനിസംസിന്റെയും ജീനോം സീക്വൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? വി വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് ഓഫ് ദ ജീനോം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ബെറ്റർ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കാം. അവർക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് അനദർ റോൾ ഓഫ് ബയോടെക്നോളജി നമ്മുടെ എന്താ പറയുന്നത് ലൈഫ് സ്റ്റോക്ക് ഇൻഡസ്ട്രിയിൽ വരുന്നത്. ദിസ് ഇസ് സംതിങ് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ ഫെമിലിയർ. ഇപ്പൊ നമ്മുടെ വേറൊരു ഏരിയ എന്ന് പറയുന്നതാണ് മൈക്രോഫ്ലൂയിഡിക്സ്. മൈക്രോഫ്ലൂയിഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുന്ന സ്മോൾ ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പിന്നെ ഒരു റിയാക്ഷനോ അല്ലെ അങ്ങനെയുള്ള നിങ്ങളുടെ പ്ലസ് ടുവിലും ഒക്കെ നിങ്ങൾ പല അല്ലെങ്കിൽ നിങ്ങൾ BSc ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലൊക്കെ നിങ്ങൾ പല പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ ചെറിയ ഡിവൈസസുകൾ, ചെറിയ ഡിവൈസസുകൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതൊരു വളരെ ഒരു അല്ലെങ്കിൽ സംടൈം വി കോൾ ഇറ്റ് ലാബ് ഓൺ ചിപ്പ് എന്ന് പറഞ്ഞ് പല ആസ്പെക്റ്റുകൾ നടക്കുന്നുണ്ട്. അതായത് ഒരു ബയോ റിയാക്ടർ റീസെന്റ് ഒരു ഒരു ജർമ്മൻ ലാബ് പ്രൊഡ്യൂസ് ചെയ്തതാണ്. ദേ ആർ പ്രൊഡ്യൂസിങ് പ്ലാന്റ് സെക്കൻഡറി മെറ്റാബോളിസം. ഇതുപോലെയുള്ള ഒരു സ്മോൾ യൂണിറ്റിൽ ദേ ഹാവ് ദ സെൽസ് ഹിയർ ആൻഡ് ദേ ഗീവ് സം കൈൻഡ് ഓഫ് എ ട്രിഗർ ആൻഡ് ദേ ഗെറ്റ് സെക്കൻഡറി പ്ലാന്റ് മെറ്റാബോളൈസ്. സോ ദാറ്റ് മീൻസ് അങ്ങനെയുള്ള മൈക്രോഫ്ലൂയിഡ് ഇവിടെ യൂണിറ്റ് ഹെൽപ്പ് ഓഫ് ആരെ വേണം, ഒരു
ഒരു ടെക്നോളജി ഒരു എഞ്ചിനീയർ അല്ല അങ്ങനെയുള്ള ആൾക്കാരുടെ ഹെൽപ്പ് വേണം. വി ഹാവ് ദ ഐഡിയ. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് ആ ഒരു ബയോ റിയാക്ടർ അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ചെറിയ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് സംതിങ് ഒരു US മാർക്കറ്റാണ് ഞാൻ കാണിച്ചത്. ഇറ്റ്സ് അറൌണ്ട് $5 billion in 2018 and now expecting to be almost 4 times by 2026. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ ഇപ്പോൾ ആന്റിജൻ ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ ബ്ലഡ് എടുത്തിട്ട് ഒരു ചെറിയൊരു വൈറ്റ് കളർ സാധനത്തിലോട്ട് വെച്ച് അതിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ടാണ് നിങ്ങൾ അത് നോക്കുന്നത്, ഓക്കെ യെസ് നിങ്ങളുടെ ആന്റിജൻ പോസിറ്റീവ് ആണോ ആന്റിജൻ നെഗറ്റീവ് ആണോ. നിങ്ങൾ ഒത്തിരി പേര് ഇപ്പം ഈ ഒരു കൊറോണ ടൈമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു എക്സാമ്പിൾ ആണ് ഒരു മൈക്രോഫ്ലൂയിഡിക്സ് പ്ലാറ്റ്ഫോമിന്റെ അല്ലേ. ആ ഒരു ജസ്റ്റ് ഇപ്പം എനിക്കൊന്ന് ദാറ്റ്സ് എ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ. എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു 1.5 yearsനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആന്റിജൻ ടെസ്റ്റിങ്ങിന് പോയപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് ആ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പിന്നെ മനസ്സിലാക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ RGCV ഇതുപോലത്തെ ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഹിയർ ബട്ട് മോസ്റ്റ്ലി യൂസ്ഫുൾ ഇൻ ദ നോർത്ത് ഈസ്റ്റ്. അതായത് നിങ്ങൾ സ്വൈൻ ഫീവർ വൈറസ് എന്ന് കേട്ടിട്ടുണ്ടാവും, സ്വൈൻ ഫ്ലൂ അല്ലെ. സ്വൈൻ ഫ്ലൂ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഈ പിന്നെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഈ പന്നി വളർത്തൽ കൂടുതലാണ്. അപ്പൊ അവിടെ ബാധിക്കുന്ന ഒരുതരം വൈറസ് ആണ് സ്വൈൻ ഫീവർ വൈറസ്. നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ അത്ര കോമൺ അല്ല ആ വൈറസ്. അപ്പൊ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവമാണ്. അപ്പൊ അതൊരു കുഞ്ഞ് സ്മോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു യൂണിറ്റ് ആണ്. അപ്പോൾ ഇവർക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആരുടെയും ഹെൽപ്പ് വേണ്ട, അവിടെയുള്ള ജോലിക്കാർക്ക് തന്നെ ചെയ്യാം. അവർക്ക് പിന്നെ ഒന്നെങ്കിൽ ഈ യൂറിൻ സാമ്പിൾ, അതായത് പിഗിന്റെ എന്തെങ്കിലും ഒരു യൂറിൻ സാമ്പിളോ എന്തെങ്കിലും എടുത്തിട്ട് ഇവിടെ ആ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ 2-3 റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പിന്നെ ഒരു ചെറിയ ട്യൂബും കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് റിപ്പോർട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് നോക്കുക, കഴിഞ്ഞു. അപ്പൊ അതിന് ഒരു ടെക്നോളജിയും വേണ്ട, ജസ്റ്റ് വിഷ്വലായിട്ട് കാണാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻ ചില കേസുകളിൽ ചില ടെക്നിക്കുകൾ ഇപ്പോൾ മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷനും ഉണ്ട്, നമുക്കത് ക്വാണ്ടിറ്റേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റേഷൻ്റെ ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്കും ആവശ്യമില്ല. ഇതൊരു റൂം ടെമ്പറേച്ചർ കിറ്റാണ്. എടുക്കുക, സാമ്പിൾ എടുക്കുക, ലോഡ് ചെയ്യുക, പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ആണോ നോക്കുക. അങ്ങനെ കഴിയുമ്പോൾ അവർക്കറിയാം ഈ വൈറസ് ബാധിച്ചിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ they can go to a veterinary doctor and do the treatment. അതാണ് മൈക്രോഫ്ലൂയിഡിക്സ്. അപ്പോൾ ഈ മൈക്രോഫ്ലൂയിഡിക്സ് ഇപ്പോൾ കണ്ടമാനം വരുന്നുണ്ട്. 3D പ്രിന്റിങ് അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ്. നമ്മൾക്ക് പലപ്പോഴും 3D പ്രിന്റിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ മൈക്രോഫ്ലൂയിഡിക്സ് ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഏരിയ. പക്ഷേ ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള ഒരു റിസർച്ചിലോട്ട് വരുന്നുള്ളൂ. ബട്ട് ഇവൻച്വലി we are expecting that more and more institute will start this kind of a research. But outside India, there is a lot of scope on this one. This is one of the very much hot topic on microfluidics. Okay. Then I think this tissue engineering, I think നിങ്ങൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. കാരണം ടിഷ്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പല ടിഷ്യൂസും പല രീതിയിലും നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളോ അങ്ങനെയുള്ള ടിഷ്യൂ പല രീതിയിൽ ഡാമേജ് വരാം. അപ്പൊ ആ ഡാമേജ് വരുന്നതിനെ ഒരു ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവം. ഇതെന്ന് പറയുന്ന ഒരു കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലോ. ദിസ് ഇസ് എ കാർട്ടിലേജ്. അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ജനറേറ്റ് ചെയ്ത കാർട്ടിലേജ് ആണ് ലാബിൽ. എന്തിനു വേണ്ടിയിട്ട്? കാർട്ടിലേജ് റീപ്ലേസ്മെന്റ് വേണ്ടി. ഇതിപ്പോ എന്ന് പറയുന്നത് ഇതൊരു പിഗ് ഇൻഡസ്റ്റൈനിൽ നിന്ന്, ഇതൊരു USA നടന്നൊരു വർക്കാണ്. പിഗ് ഇൻഡസ്റ്റൈനിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുതരം പാച്ചാണ്. അതായത് നമുക്കൊരു മുറിവുള്ളപ്പോൾ അവിടെ ഈ പാച്ച് ഒട്ടിക്കുക. സ്കിൻ പോലെയാണ്. അപ്പൊ അതിൽ മെഡിസിനും ഉണ്ട്, പ്രൊട്ടക്ഷനുമാണ്. അപ്പൊ ആ ഭാഗത്ത് ഒട്ടിക്കാം. അപ്പൊ ആ ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ മുറിവ് കരിയുന്നതിനും വരെ അത് അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ല. അതൊരു ബയോ മെറ്റീരിയലാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ആയി. അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും ഒന്നെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും സർജറി നടക്കുമ്പോൾ അബ്സോർപ്ഷൻ വൂൺസ്, അപ്പൊ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിലൊക്കെ സർജറി നടക്കുമ്പോഴും പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അബ്സോർബിൾ വൂൺസ് അല്ലെ, അബ്സോർബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ചിങ് നടക്കും. എസ്പെഷ്യലി ഇപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള സർജറികളിലൊക്കെ തന്നെ ചെയ്യും. കാരണം വീണ്ടും ഒന്നും കൂടി അവർക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും ഒരു ബയോളജി ഇതുപോലത്തെ മെറ്റീരിയലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടമാനം ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് വൺ ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് കമ്മിങ് ഇൻ ടു ഓൾ ഡിഫറെന്റ് ഏരിയ. ഞാൻ ഈ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റുകളിലും ഇനിഷ്യലി ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് ഡാറ്റ അനാലിസിസ്. പക്ഷേ ഇപ്പൊ എല്ലാ ആസ്പെക്റ്റുകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. കാരണം നമ്മൾ അത് വളരെയധികം വരുന്നുണ്ട്. അപ്പൊ അതും ഒരു ബയോളജിക്കൽ ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇഫ് യു നോ ദ ബയോളജി യു ക്യാൻ ഏബിൾ ടു do well here rather than on the other way side, because
if somebody coming from കമ്പ്യൂട്ടർ അല്ല അങ്ങനെയുള്ള ഫീൽഡ് വരുന്ന ആൾക്ക് ദേ റിയലി നീഡ് ടു സ്റ്റഡി ദ ബയോളജി. ബട്ട് നിങ്ങൾ ദ അഡ്വാൻറ്റേജ് ഓഫ് യു ആർ സ്റ്റഡിങ് ബയോളജി ഫോർ ഓവർ സോ മെനി ഇയേഴ്സ് ആൻഡ് ദെൻ യു ആർ എൻറ്ററിങ് ഇൻ ടു ദിസ് ഫീൽഡ്. അങ്ങനെ ഒരു കേസാണ്. ആൻഡ് മൈ ലാസ്റ്റ് സ്ലൈഡ്, ഇത്രയൊക്കെ കാര്യങ്ങളും പറഞ്ഞെങ്കിലും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ടു ബി ഡിസ്കസ് ഇസ് എത്തിക്സ് ആൻഡ് ബയോസേഫ്റ്റി. ഞാൻ പറഞ്ഞു ഇവിടെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനത്തെ ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ എത്തിക്കൽ കൺസിഡറേഷൻ വെൻ യു ആർ ഡൂയിങ് certain things. അതുപോലെ തന്നെ ബയോസേഫ്റ്റി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ചുറ്റുമുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അത് ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ബയോടെക്നോളജി റിലേറ്റഡ് റിസർച്ചിൽ. സോ ഇഫ് യു ആർ ഗോയിങ് ഫ്ലോ സംവെയർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ആ ഒരു സ്ഥലത്ത് അവർ എത്തിക്സും ബയോസേഫ്റ്റിയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ യു ഷുഡ് റൈസ് ആൻ അലാം. കാരണം അത് ചിലപ്പോൾ നിങ്ങളെയും ബാധിക്കാം. ആൻഡ് വി ഹാവ് ടു തിങ്ക് വെൻ വി ആർ ഡൂയിങ് സച്ച് കൈൻഡ് ഓഫ് ഇന്റർവെൻഷൻ, നമ്മൾ വി നീഡ് ടു സീ വി ആർ പ്രൊട്ടക്ടിങ് അവർ സെൽഫ്, അതേഴ്സ് ആൻഡ് എൻവയോൺമെന്റ്. സോ എത്തിക്സ് ആൻഡ് ബയോസേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് I just wanted to say. Okay, so that's all. If you have any question, let me know. Good morning, sir. If you have any doubts, you can ask me now. Good morning, sir. Myself, Ambili Sinayar of 30C Botany. Okay. Yeah, go ahead. സാറിന്റെ ബ്രൗഷറൊക്കെ റെഡിയാക്കിയപ്പോൾ സയന്റിസ്റ്റ് E1 എന്ന് ഞങ്ങൾ കണ്ടു. അപ്പം ഈ സയന്റിസ്റ്റ് E1 എന്ന് പറയുന്നത് ഒരു പൊസിഷൻ ആണോ? അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയിലുള്ള ഒരു രീതിയാണ്. അതായത് ഞങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസർ എന്നുള്ള സ്റ്റൈലല്ല ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പോകുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ ബിഗിനിങ് പണ്ടത്തെ സയന്റിസ്റ്റ് സി ആണ്. അപ്പൊ സയന്റിസ്റ്റ് ടി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. E1 എന്ന് പറയുന്നത് സീനിയർ അസിസ്റ്റന്റ് ആണ്. വെൻ ഐ ബിക്കം E2 ഐ ബിക്കം ആൻ അസോസിയേറ്റ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ടേക്ക് മോർ ടൈം. ഇപ്പോൾ വേറെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ DBT തന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ അവർ സ്റ്റാഫ് സയന്റിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദേ ആർ ബേസിക്കലി പിന്നെ എന്താ പറയുക, നിങ്ങളുടെ അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസറിനെ അവർ ഡിവൈഡ് ചെയ്ത് വേറൊരു രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് മാത്രം. അത് കൂടുതലും ഈ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. കാരണം RGCB ആദ്യം ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇറ്റ് വാസ് ഓൺലി ആൻ PhD ഡ്രിവൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇപ്പോഴാണ് അതൊരു ഫുൾ ഫ്ലെഡ്ജ് ടീച്ചിങ് കാണാൻ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് MSc പ്രോഗ്രാം കൂടെ ഉള്ളത്. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും ഈ പൊസിഷന്റെ നെയിമിന്? ഇൻസ്റ്റിറ്റ്യൂഷൻ വേരിയേഷൻ ഉണ്ടാവും. കാരണം ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ CSER ഇൻസ്റ്റിറ്റ്യൂട്ടോട് പോവുകയാണെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സയന്റിസ്റ്റ്, സീനിയർ സയന്റിസ്റ്റ്, ദെൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, അങ്ങനെയാണ് ഈ പിന്നെ CSER ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകുന്നത്. ഇപ്പോൾ CSER നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ CSER ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുള്ളത് നിസ്റ്റ് ആണ് തിരുവനന്തപുരത്ത്. പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ല, നമ്മുടെ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മൈസൂർ. അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം CSER ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ DBTയുടെ തന്നെ ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇവിടെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം തന്നെ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ സ്റ്റാഫ് സയന്റിസ്റ്റ്, അതായത് സ്റ്റാഫ് സയന്റിസ്റ്റ് 2, 3, 4, 5, 6 അങ്ങനെ പോകും. സോ ബേസിക്കലി ആ ഒരു തുടങ്ങിയ സമയത്ത് ഉള്ള ഒരു രീതി അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നു മാത്രം. ഈ അസിസ്റ്റന്റ് അസോസിയേറ്റ് എന്നുള്ളത് കൂടുതലും ടീച്ചിങ് ഡിപ്പെൻഡന്റ്, അതായത് UGC ഡ്രിവൺ അല്ലെങ്കിൽ നമ്മുടെ HRD ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ ഐസർ, IITs അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആ രീതി പോകുന്നത്. ഓക്കെ, താങ്ക് യു സർ. Any other question? Sir, this sounds like a nice experience for us. Thank you, sir, for your valuable. A visual can expand your imagination. Let us go through a video presentation that shows the activities and initiatives of 2020 Botany Association.
ബോണി അസോസിയേഷന്റെ 2020-21 കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. എ മൊമെന്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മേക്സ് എ ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്. ഈ നല്ല നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചവരോട് നന്ദി പറയേണ്ട അവസരമാണിനി. അൽഫോൻസ കോളേജ് ബോണി അസോസിയേഷൻ സെക്രട്ടറിയും സെക്കൻഡ് DC വിദ്യാർത്ഥിയുമായ കുമാരി അദ്രിക യു നായറിനെ നന്ദി പ്രകാശനത്തിന് ക്ഷണിക്കുന്നു. Good morning to all. We all know that during this pandemic crisis, our college puts effort in bringing various programs for the students on virtual platform to enlighten them mentally, physically, and intellectually. And today, we are extremely delighted to have the inaugural session of Botany Association for the academic year 2021-22. Let me move on the duty conferred upon me. On behalf of the entire Department of Botany, I express my sincere gratitude to our Honorable Chief Guest, Dr. Harikumar KB, Scientist, Rajiv Gandhi Center for Biotechnology, Trivandrum, who graciously inaugurated the functioning of our association and shared his valuable knowledge with us. Thank you, sir, for spending your time and words to grace this meeting. The vibrant teachers of our department are always carrying out activities for us, and I wish to express my heartfelt gratitude to our HOD, Julieman, and all other teachers of our department for their support and supervision and for being with us since the initial level to the end. No event can take place without the provision of a group of people. So I take this moment to mention my sincere sense of gratitude to our President, Lancia P. Saji, and all other coordinators of the program, because of whom this was a great success. Also, I would like to place my hearty thanks to all the students of our department for their cooperation. താങ്ക് യു അരുണിക. ഞങ്ങളുടെ കുഞ്ഞനുജത്തിമാരോട് ഇനി വരുന്ന ദിനങ്ങൾ നിങ്ങളുടേതാണ്. എൻജോയ് യുവർ ഡേയ്സ് ആൻഡ് ഡ്രീം ബിഗ്. ഐ എം കോൺഫിഡന്റ് ദാറ്റ് യുവർ ഡ്രീം വിൽ കം ട്രൂ. ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയകരമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. The meeting is over and you can leave now. Thank you and have a wonderful day. Thank you. Thank you, sir.